അപ്പോൾ കയറിപ്പോരും മക്കളെ സൗദി അറേബ്യയിലേക്ക്. നമ്മളെ രണ്ടാമത്തെ ജോബ് വേക്കൻസി വന്ന് ചാടിയിട്ടുണ്ട്. ഹായ്, എന്തല്ല. ഇന്ത്യയൊക്കെ കുട്ടിക്കാലത്ത് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു കാക്ക കുടത്തിലെ വെള്ളത്തിന് വേണ്ടിയിട്ട് അതിന് ദാഹിച്ചിട്ട് ആ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ തൊട്ടടുത്തുള്ള കല്ലുകളൊക്കെ പൊറുക്കിയിട്ടിട്ടൊക്കെ അതിന് വെള്ളം കുടിക്കുന്ന ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കാക്കക്കറിയാം ആ വെള്ളം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം. കാക്കക്ക് മനസ്സിലായി ആ വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്താലേ വെള്ളം കിട്ടുള്ളൂ. അപ്പോൾ ചെയ്തുകൊണ്ടേയിരുന്നു. ആ കാക്ക തൊട്ടടുത്തുള്ള കല്ലുകളൊക്കെ പൊറുക്കിയിട്ട് ആ കുടത്തിലെ വെള്ളം എങ്ങനെയെങ്കിലും എനിക്ക് കുടിക്കാനുള്ള വെള്ളമാണല്ലോ, അതെങ്ങനെയെങ്കിലും കിട്ടണമല്ലോ എന്നുള്ള കാഴ്ചപ്പാടിൽ ദാഹിച്ചിട്ടാണല്ലോ. അതേപോലെ തന്നെയാണ് കേട്ടോ ജോലീൻ്റെ കാര്യം. ഞാനെന്തിനാ ഈ കഥ പറഞ്ഞാൽ അറിയോ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു, ജോലീൻ്റെ വേക്കൻ്റ് ഉണ്ട്, അത് നെറ്റ്വർക്കിലാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കഥ ഓർമ്മ വരാനുള്ളത് കാരണം എന്താ വെച്ചാൽ, ഞാൻ ആ CV എടുത്ത് നോക്കുമ്പോൾ ഇതിന് ഏബിളായിട്ടുള്ള, ഞാൻ പറഞ്ഞ ക്വാളിഫിക്കേഷനൊന്നും ഇല്ലാത്ത ആൾക്കാർ കുറേ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഡാറ്റയിൽ നിന്ന് എനിക്ക് മനസ്സിലായതെന്താ അറിയാം, നമ്മുടെ നാട്ടിലെ കുറേ ചെറുപ്പക്കാർ ഈ കാക്കനെ പോലെ എന്തെങ്കിലും ഒരു ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. നമ്മളെ ചാനലിൽ മെയിനായിട്ട് ജോലിൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ, പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നോമ്പ് റമദാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ വേക്കൻസികൾ വരും, അതുകൊണ്ട് നമ്മോട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മളിത് പറഞ്ഞു കേട്ടോ. ഇന്ന് വീഡിയോ കാണുന്നവർക്ക് 2 അവസരം ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ 2 അവസരമാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. ഒന്ന് അക്കൗണ്ട്സ് മേഖലയിലേക്കാണ്, അതേപോലെ തന്നെ ഒന്ന് കേക്ക് മേക്കിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. കേക്ക് മേക്ക് ചെയ്യൂലേ, ഈ 2 കാറ്റഗറിയിലാണ് എനിക്ക് വന്നിട്ടുള്ളത്. രണ്ടും ഒരു ഫുഡ് കമ്പനിയിലാണ്, ഫുഡ് മേക്കിംഗ് കമ്പനിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അക്കൗണ്ട്സിലേക്ക് പറഞ്ഞിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ എന്താ വെച്ചാൽ മിനിമം BCom കഴിഞ്ഞിരിക്കണം, അതേപോലെ തന്നെ 3 വർഷം എക്സ്പീരിയൻസ് വേണം. ഇനി ഇതിലേക്ക് വേറൊരു അവസരം കൂടി ഉണ്ട്, ട്രെയിനി ആയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കയറാം. അപ്പോൾ ട്രെയിനി ആയിട്ട് കയറുന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയിൽ വിസയിലുള്ള ആളാവണം, BCom പഠിച്ച ഒരാളെങ്കിലും ആവണം. അപ്പോൾ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അക്കൗണ്ട്സിലേക്കുള്ളത് മിനിമം BCom കഴിയണം, 3 വർഷം എക്സ്പീരിയൻസ് വേണം. അതും അല്ലെങ്കിൽ ട്രെയിനി ആയിട്ട് കയറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സൗദി അറേബ്യയിൽ വിസയിലുള്ള ആളായിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40 വയസ്സ്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. 2 അവസരമാണ് കേട്ടോ ഇതിലേക്കുള്ളത്, 2 ആൾക്കുള്ള അവസരമാണുള്ളത്. അപ്പോൾ കേക്ക് മേക്കർക്ക് പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താ വെച്ചാൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ മെയിനായിട്ട്. 3 വർഷമെങ്കിലും ഈ മേഖലയിൽ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ അറബിക്കോ ഏതെങ്കിലും ഒന്നും അറിയും വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേക്ക് മേക്കറിന് അപേക്ഷിക്കുക. സാലറിൻ്റെ പാക്കേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ അക്കൗണ്ട്സിലേക്ക് 3000 റിയാൽ സ്റ്റാർട്ടിങ് ബേസിക് സാലറി ആയിട്ട് കൊടുക്കും. കേക്ക് മേക്കർക്ക് വരുന്നത് 2000 റിയാലും അതേപോലെ തന്നെ അതിൻ്റെ പുറമെ കമ്മീഷനും വരും കേട്ടോ. നല്ല പാക്കേജൊക്കെ തന്നെയാണ്. പിന്നെ ഇതിലേക്കുള്ള വിസ കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് കേട്ടോ. നമ്മളെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് നമ്മൾ സെലക്ട് ആയാൽ തികച്ചും ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നല്ലേ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഗൂഗിൾ ഫോം വെച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്യും. അപ്പോൾ 2 ആയിട്ട് തന്നെയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണത്. കേക്ക് മേക്കറിന് ഒരു ലിങ്ക് ഉണ്ടാവും, അതേപോലെ തന്നെ അതിൻ്റെ താഴെ അക്കൗണ്ട്സിലേക്കുള്ള അപ്ലൈ ചെയ്യേണ്ടുള്ള ലിങ്ക് 2 ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ വേണം കൊടുക്കാൻ, കാരണം 2 എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ. അപ്പോൾ ലിങ്ക് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ, നിങ്ങൾ കേക്ക് മേക്കറിനാണോ അപ്ലൈ ചെയ്യണമെങ്കിൽ കേക്ക് മേക്കറിൻ്റെ ലിങ്കിൽ കയറിയാണ്ട് അപ്ലൈ ചെയ്യുക. അക്കൗണ്ട്സിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്കിൽ കയറിയാണ്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ അപേക്ഷ കൊടുക്കേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ കാണാം. മാക്സിമം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിത് പറ്റില്ല അപ്ലൈ ചെയ്യാൻ, കാരണം നമുക്കിതിന് ക്വാളിഫിക്കേഷനൊന്നും ഇല്ല വെച്ചിട്ട് മാറി നിൽക്കുമൊന്നും വേണ്ട. നമുക്ക് എന്തെങ്കിലും അവസരങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ വരും, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് പറ്റില്ലല്ലോ, അതെന്നാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ജോലി അന്വേഷിച്ച് കിടക്കുന്ന ഈ മേഖലയിലൊക്കെ, അപ്പോൾ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വേക്കൻസി ഉണ്ടെങ്കിൽ ഞാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരും കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.